വാരണാസിയിലെ പ്രശസ്തമായ ഉദയ് പ്രതാപ് കോളേജ് ക്യാമ്പസിനെ നടുക്കിയ വെടിവെപ്പും അതിനെ തുടർന്ന് ഒരു പിതാവ് ഉയർത്തിയ സമാനതകളില്ലാത്ത പ്രതിഷേധവും ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും ക്യാമ്പസ് സുരക്ഷയെക്കുറിച്ചും ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. സ്വന്തം മകന്റെ കൊലപാതകയെ നിയമത്തിന് വിട്ടുനൽകുന്നതിന് പകരം പോലീസിന്റെ തോക്കിനിരയാക്കണമെന്ന പിതാവിന്റെ ആവശ്യം ഒരു കുടുംബത്തിന്റെ തീരാ നഷ്ടത്തെയും നീതിന്യായ വ്യവസ്ഥയിലുള്ള അവരുടെ സന്ദേഹത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള ഉദയ് പ്രതാപ് കോളേജ് വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ തിരക്കിലായിരുന്നു. എന്നാൽ 11 മണിയോടെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി കെട്ടിടത്തിന്റെ ഇടനാഴിയിൽ മുഴങ്ങിയ 4 റൗണ്ട് വെടിയൊച്ചകൾ ആ ക്യാമ്പസിന്റെ സമാധാനം തകർത്തു. BA 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ 23-കാരൻ സൂര്യപ്രതാപ് സിംഗ് തന്റെ സഹപാഠിയുടെ വെടിയേറ്റ് വീഴുമ്പോൾ അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് ക്യാമ്പസുകളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയം കൂടിയായിരുന്നു. സൂര്യപ്രതാപ് സിംഗും സഹപാഠിയായ മഞ്ജിത് ചൗഹാനും തമ്മിൽ നേരത്തെ തന്നെ വ്യക്തിപരമായ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. വെള്ളിയാഴ്ച രാവിലെ കോളേജിലെത്തിയ ഇരുവരും തമ്മിൽ വീണ്ടും വാക്കേറ്റമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ മഞ്ജിത് ചൗഹാൻ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് സൂര്യപ്രതാപിന് നേരെ നിറയൊഴിച്ചു. തലയ്ക്കും നെഞ്ചിനും ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട 4 വെടിയുണ്ടകൾ സൂര്യപ്രതാപിനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. കൊലപാതകത്തിന് ശേഷം അതിസമർത്ഥമായി രക്ഷപ്പെട്ട പ്രതി താൻ ഉപയോഗിച്ച ആയുധം കോളേജിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചാണ് ഒളിവിൽ പോയത്. പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ ആയുധം കണ്ടെടുക്കുകയുണ്ടായി. മകന്റെ മരണവാർത്ത അറിഞ്ഞെത്തിയ സൂര്യപിതാവിന്റെ പിതാവ് ഋഷിദേവ് സിംഗ് ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ടത് നിശ്ചലമായ മകന്റെ ശരീരമാണ്. സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ നിയമം കയ്യിലെടുക്കരുതെന്ന് പറയാറുണ്ടെങ്കിലും ഋഷിദേവ് സിംഗിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. പ്രതിയായ മഞ്ജിത് ചൗഹാനെ പോലീസ് എൻകൗണ്ടറിലൂടെ വധിക്കണമെന്ന് അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു. തന്റെ മകനെ അവർ വെടിവെച്ചു കൊന്നു, അവനെ പോലീസ് വെടിവെച്ച് കൊല്ലുന്നതുവരെ മകന്റെ മൃതദേഹം സംസ്കരിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടും മൃതദേഹം ഏറ്റുവാങ്ങാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്കെതിരെ പോലീസ് നടത്തുന്ന എൻകൗണ്ടർ നടപടികൾ ജനങ്ങൾക്കിടയിൽ ഇത്തരം ആവശ്യങ്ങൾ ഉയരാൻ കാരണമാകുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നൽകിയ ഉറപ്പുകൾക്കും അനുനയ നീക്കങ്ങൾക്കും ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുടുംബം തയ്യാറായത്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഇടനാഴിയിലേക്ക് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് തോക്കുമായി കടക്കാൻ സാധിച്ചതെന്നത് കോളേജ് അധികൃതരെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്നു. UP കോളേജ് പോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരിടത്ത് മതിയായ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ നിസ്സാരമായ തർക്കങ്ങൾ പോലും തോക്കുപയോഗിച്ചുള്ള കൊലപാതകങ്ങളിലേക്ക് നീങ്ങുന്നത് ഭയാനകമായ പ്രവണതയാണ്. ക്യാമ്പസിനുള്ളിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നിട്ടും കൊലപാതകം തടയാനോ പ്രതിയെ ഉടൻ പിടികൂടാനോ സാധിക്കാത്തത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി തന്നെ കാണണം. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ സ്വാധീനവും ആയുധങ്ങളോടുള്ള ഭ്രമവും തടയാൻ കർശനമായ നിയമങ്ങൾ ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രതി മഞ്ജിത് ചൗഹാൻ ഒളിവിൽ പോയത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. വാരണാസി പോലീസിന്റെ പ്രത്യേക സംഘങ്ങൾ പ്രതിക്കായി വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്ക് ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായം നൽകുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ നിയമത്തിലൂടെ തന്നെ ഉറപ്പാക്കുമെന്നും പിതാവിന്റെ വൈകാരികമായ ആവശ്യങ്ങൾ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നാണെന്നും വാരണാസി പോലീസ് പ്രതികരിച്ചു. സൂര്യപ്രതാപ് സിംഗിന്റെ മരണം ഒരു കുടുംബത്തിന് മാത്രം നഷ്ടമല്ല, മറിച്ച് സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ക്യാമ്പസുകളിലെ വിശ്വാസതയ്ക്കേറ്റ മുറിവ് കൂടിയാണ്. ഒരു പിതാവ് തന്റെ മകന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് പ്രതിയെ വധിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വേഗത്തിലും കൃത്യമായും പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് കാണിക്കുന്നത്. എൻകൗണ്ടറുകളല്ല, മറിച്ച് കൃത്യമായ നിയമ നടപടികളും ക്യാമ്പസുകളിലെ സുരക്ഷ കർശനമാക്കലുമാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏക പോംവഴി.